ഗൈസ് വെൽക്കം ടു സാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡെയിലി വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ ഇന്നലെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഓരോ ഡിഫറെൻറ്റ് കോയിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് എന്തായാലും സംസാരിക്കാമെന്ന്. പലതും ആൾട്ട് കോയിനാണ്. അതിൽ ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 2017 അല്ലെങ്കിൽ 21 ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഈ ബുൾ മാർക്കറ്റ് ഹിസ്റ്ററി കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. മാത്രമല്ല ഈ ബുൾ മാർക്കറ്റിൽ ഒരുപാട് കോയിൻസ് ഉണ്ട്. അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സമയത്തും ഒരുപാട് കോയിൻസുകൾ കഴിഞ്ഞ പ്രീവിയസ് 2016 സംബന്ധിച്ചിടത്തോളം 2021 അല്ലെങ്കിൽ 2017 സംബന്ധിച്ചിടത്തോളം 2021 മാറ്റം എന്ന് പറയുന്നത് ട്രിപ്പിളിൻ്റെ എത്രയോ ഇരട്ടി കോയിൻസുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ 2017 സമയത്തെ മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും 2021 ആകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പോഷറും എത്ര ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും ലെവൽ ഓഫ് കോയിൻസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ഒരു ഇയറിലും ആൾട്ട് സീസൺ ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ എക്സ്പോഷർ കൂടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കോയിൻസ് കൂടുന്നതിൽ എല്ലാ കോയിൻസിലും ഇൻവെസ്റ്റ് വരുമെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. കോയിൻസുകൾ പിന്നീട് അങ്ങോട്ട് ഒരു സ്പെസിഫിക് ഫണ്ടമെൻറ്റ്സ് ഉള്ള കോയിൻസിലേക്കും പിന്നെ നല്ല ഹൈപ്പുള്ള മീം കോയിൻസിലേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യപ്പെടലാണ്, ചാൻസസ് മാറലാണ്. അല്ലാണ്ട് 1000 ഇത്ര കോടി ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ഇത്ര കോടി കോയിൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും എന്ത് ചെയ്യപ്പെടില്ല. ഇപ്പോൾ നമ്മൾ ആ ഉദാഹരണം ഞാൻ പറയുന്ന കല്ലുകൾ, രത്നങ്ങളുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ കല്ലുകളുണ്ട്. നാട്ടിൽ സാധാരണ കല്ലെടുത്തെറിയാൻ പറ്റുന്ന സാധാരണ കല്ലുമുണ്ട് എന്ന് കരുതി ഈ രത്നങ്ങളുടെ വാല്യൂ മാറുന്നില്ല. അതിൻ്റെ ഫോക്കസുകൾ എന്ത് ചെയ്യപ്പെടും, അതനുസരിച്ച് എന്ത് ചെയ്യപ്പെടും, ആ ഒരു സിസ്റ്റമാറ്റിക്കായ കോയിൻസിലേക്ക് മാറലാണ്. അതുമാത്രമല്ല ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഈ മാർക്കറ്റ് ക്യാപ്പ് എത്ര വലുതായിട്ടുണ്ട് എന്നും ചിന്തിക്കണം. ഹിസ്റ്ററിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഞാൻ ഹിസ്റ്ററി വെച്ച് ചിന്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രീ ഹാൾവിങ് ഇതിന് ശേഷം BTC 100K എന്നുള്ള നമ്മൾ ആ കോൺഫിഡൻറ്റോടെ ഡെയിലിയുള്ള വീഡിയോസ് ഇടാൻ പറ്റിയത്. അപ്പോൾ ഹിസ്റ്ററികൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ഡൗട്ടോ ഒന്നും വേണ്ട. ചില സമയത്തിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളേ ഉള്ളൂ. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാര്യങ്ങൾ സ്റ്റിൽ ഹിസ്റ്ററി പ്രകാരം തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈക്കോയിൻ റിലേറ്റഡ് ആയ ഹൈപ്പ് ഇന്ന് സംസാരിക്കുന്നുണ്ട്. കമൻറ്റുകൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം തോന്നുന്നുണ്ട്, അപ്പോൾ ഒന്ന് കുറച്ചായി 3-4 മാസമായി എന്ന് തോന്നുന്നുണ്ട്, മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അത് ഇന്ന വാല്യൂവിൻ്റെ കുറവിൽ നിങ്ങൾ സെല്ല് ചെയ്യണ്ട എന്നുള്ളത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ട് കുറേ ആൾക്കാർ സെല്ല് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. കുറേ ആൾക്കാരോട് ഞാൻ പറയുന്നുണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്യരുതെന്നും കൂടി പറഞ്ഞിരുന്നു. കാരണം ചില ആൾക്കാർ 2027ലേക്കും 2028ലേക്കൊക്കെ ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു ബുൾ മാർക്കറ്റ് ഫേസിൽ എന്തുണ്ടാവണം, ഈ കോയിൻസ് ഉണ്ടാവണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മെയിനായിട്ട് അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് 22. അതോടുള്ള ഒരു ഹൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ നിങ്ങൾ പൈ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര വാല്യൂ, ഞാൻ പറഞ്ഞ പോലെ ഈ വാല്യൂവിൻ്റെ അധികം സെല്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പൈ കോയിൻസ് എങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്തത്, നമ്മൾ മൈൻ ചെയ്തെടുത്തതാണോ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ, നമ്മൾ ബൈ ചെയ്ത പോയിൻ്റ് എവിടെയാണ്, അതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ ഒരു ആ റേഞ്ച് പ്രോഫിറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1% എങ്കിലും ഒരു എമൗണ്ട് എങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു ഇതുണ്ടാകരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കോയിനായാലും ഏത് ഫീൽഡായാലും നമുക്ക് അതിൽ നിന്നും ഒരു പ്രോഫിറ്റബിൾ കിട്ടിയിട്ട് വേണം നമ്മൾ ലോങ് ടേം ഹോൾഡിനെ കുറിച്ച് ചിന്തിക്കാൻ. പലർക്കുമുള്ളൊരു പ്രശ്നമാണ്, അവർ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കോയിൻസിലൊക്കെ 200 അല്ലെങ്കിൽ 300-400% പ്രോഫിറ്റ് കിട്ടിയിട്ട് ഇപ്പോൾ അത് 50% പ്രോഫിറ്റാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 300-400% പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു 30% ബുക്ക് ചെയ്യണം. കാരണം ക്രിപ്റ്റോ മാർക്കറ്റ് നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലകളിലൊക്കെ എബോവ് 100 ആണ് പൈ കോയിൻസ്, അതിന് മുകളിലാണ് പൈ കോയിൻസ് എന്ത് ചെയ്ത് വാല്യൂ 130 വരെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ അടുത്തെത്തി. ഞാൻ അന്ന് 150ൻ്റെ ബിലോയിൽ സെല്ല് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ആ ലെവലിലേക്ക് എത്തിയിട്ട് അന്ന് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിരുന്നു, ആരാടാ 150ൻ്റെ ആ റേഞ്ചിലൊക്കെ എടുക്കുന്നത്, ആരാന്നൊന്ന് പറ, ആരാ എടുക്കലെന്നൊക്കെ പറഞ്ഞു. അൾട്ടിമേറ്റ് ഞാൻ അന്ന് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ ഇത്ര ബൈ ചെയ്യാൻ ഇത്ര രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നൽകാം. അത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പൈ കോയിൻസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഏത് റേറ്റിനാണ് ബൈ ചെയ്തത്, ഇപ്പോൾ അതിൻ്റെ എത്രയാണ് നിങ്ങൾക്കുള്ള പ്രോഫിറ്റ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡീൽ ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ചില ആൾക്കാർക്കുണ്ടാവും അവർ ഇങ്ങനത്തെ കോയിൻസ് ലോയിലാണോ ലോയിലുണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്യില്ല. ട്രംപ് കോയിൻ ഉദാഹരണമാണ്. ട്രംപ് കോയിൻ ആണെങ്കിൽ പോലും ഹൈ വന്നു കഴിഞ്ഞാൽ അതിൽ റിസ്ക് എടുക്കാൻ ഭയങ്കര റെഡിയാവുന്നവരുണ്ട്. ഉദാഹരണം പൈ ഇപ്പോൾ 150 അല്ലെങ്കിൽ 200 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാൻ റെഡിയാവുന്ന ഒരു ടീംസ് ഉണ്ട്. നമ്മൾ അതിലുണ്ടാവരുത്, നമ്മൾ അതിൽ റിസ്ക് എടുക്കരുത്. ഇപ്പോൾ ട്രംപ് കോയിൽ തന്നെ കുറേ ആൾക്കാർ 20 കണ്ട് 30 കണ്ട് 40 കണ്ട് 70 കാണുമ്പോൾ ബൈ ചെയ്യുന്ന ടെൻഡൻസി.
അത് നമ്മൾ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ റിട്ടേൺസ് വളരെ കുറവായിരിക്കും, പക്ഷേ റിസ്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ചില കോയിൻസ് ഹെവി വാല്യൂ കയറുന്ന കണ്ടാൽ പിന്നെ നിങ്ങൾ ആ വഴിക്കേക്ക് പോകണ്ട. നമുക്ക് വേറെ കോയിൻസ് ഉണ്ട്, വേറെ അവസരങ്ങൾ വരും, നൂറ് അവസരങ്ങൾ വരുമെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതും ശ്രദ്ധിക്കണം. കാരണം ഒരു മെൻറ്റാലിറ്റി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ചെറിയ റേറ്റിനൊന്നും ബൈ ചെയ്യില്ല, പക്ഷേ ഹെവി റേറ്റായ ബൈ ചെയ്യുക, വളരെ കുറച്ച് കുറയുമ്പോൾ ബേസ് സെൽ ഓഫ് ചെയ്യുക. ഈ ഒരു രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. പിന്നെ പറയുന്ന ഒരു ആൾട്ട് മാർക്കറ്റിനെ കുറിച്ചാണ്. ഇനിയും നമുക്ക് അവസരങ്ങൾ വരാനുണ്ട്, അതിൽ ഡൗൺ നമ്മൾ ഉണ്ടാവരുത്. അതായത് ഈ ഒരു സമയത്തെല്ലാം പോകാമെന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഒരു 60K സെൽ ഓഫ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ട്, ആൾട്ട് സ്റ്റിൽ ബിയർ മാർക്കറ്റ് ലോയലാണ്. ആ ആൾട്ടിൻ്റെ രീതി അങ്ങനെയാണ്, ആൾട്ടിൻ്റെ ഒരു പിക്കപ്പും അങ്ങനെയാണ്. നമ്മൾ ആ പറയുന്ന ബുൾമ 60K 100K വരുമ്പോൾ പല കോയിൻസും 300-400% കയറി. അതേസമയത്ത് ബിറ്റ് കോയിൻ 80%, നമുക്ക് 80% കയറിയിട്ടില്ല. ബിറ്റ് കോയിൻ 60K 30 നമുക്കൊന്ന് 50% കയറുന്ന സമയത്ത് പല ആൾട്ടും 400% കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഡോജ് കോയിനൊക്കെ 450%, CRO 400%, സോൾ എത്ര ശതമാനം കയറി. അപ്പോൾ അതനുസരിച്ച് കയറാനുള്ള ക്യാപ്പബിലിറ്റി എന്തുണ്ട് ഈ ആൾട്ട് കോയിനിലുണ്ട്. പക്ഷെ നമ്മൾ ഏത് കോയിനാണ് സെലക്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഡൗട്ടുകൾ മാക്സിമം ഒഴിവാക്കുക, കൂളായിരിക്കുക. വീണ്ടും കമൻ്റ് ഇടുക. നാളെ കൂടുതൽ ലൈക്സ് ഈ കമൻറ്റുകളിൽ നിങ്ങൾ കൂടുതലായിട്ട് 100 കമൻറ്റ് അല്ലെങ്കിൽ 50 കമൻറ്റ് വരുമ്പോൾ ഏതാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ഇട്ട് അതിൽ ബാക്കിലൊന്ന് സപ്പോർട്ടീവ് ചെയ്ത് കമൻറ്റ് ഇട്ട് അതിനെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ നോക്കുക. നമുക്ക് അന്നേരം ഡെയിലി അങ്ങനെ സംസാരിക്കാം. ഓക്കെ, ബൈ.